ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടാ. ഇത് നമ്മുടെ മുല്ലത്തോട്ടാണ് കേട്ടോ. മുല്ല മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ്. പുല്ലൊക്കെ വളർന്ന് നിൽക്കുകയാണ്. ഒരു രക്ഷയില്ല വെടുപ്പാക്കാനായിട്ട്. കാരണം മഴ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് നിൽക്കുക. ഒരു ദിവസം വെയിലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒന്ന് വെടുപ്പാക്കാമെന്ന്. പക്ഷേ വെടുപ്പാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പിന്നെ അതുമല്ല, ആൾക്കാരെ കിട്ടാനും ഇല്ല. ഇപ്പം മഴയത്ത് നിന്ന് പണിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതൊക്കെ നിറയെ കാട് പോലെയാണ് കിടക്കണേ. ഇപ്പോൾ പറയുന്നത് കേട്ടിട്ടില്ലേ, മുല്ലയിൽ മണം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പൊക്കെ വരുന്നു. അപ്പോൾ അത് കാരണം ആൾക്കാർക്ക് കുറച്ചേശ്ശെ പേടിയുണ്ടാവും തോന്നുന്നു. പക്ഷെ മുല്ലയിൽ നമ്മളിപ്പോൾ 8 വർഷമായി മുല്ല കൃഷിയൊക്കെ തുടങ്ങിയിട്ട് ഇതുവരെ നമ്മളൊരു പാമ്പിനെയും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കാലത്തായാലും ചേട്ടനും ഞാനും കൂടിയിട്ടാണ് പോവുക. വൈകുന്നേരം ആയാലും ഒന്നും പാമ്പിനെയൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കുറേശ്ശെ മുല്ലയൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ മുട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഞാൻ പൊട്ടിച്ചതാണ് കേട്ടോ. ഇതിങ്ങനെ മുല്ല കാട് പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ മുട്ടിനേക്കാളും ഉയരത്തിലാണ് ഇപ്പോൾ പുല്ല് വളർന്ന് നിൽക്കണത്. അപ്പോൾ അതൊക്കെ വെടുപ്പാക്കണം. പിന്നെ അതിൻ്റെ കൂടെ ചെടി ഒന്ന് ചെറുതായി ഒന്ന് വെട്ടി കൊടുക്കാമെന്നാണ് വിചാരിക്കണത്. കാരണം നന്നായിട്ട് വളർന്ന് നിൽക്കുകയാണ് പന്തലിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ വെട്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പൂവ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാരണം വെട്ടി കൊടുക്കണം. ഇപ്പം മഴ മാറി നിൽക്കാത്തത് കൊണ്ട് നമ്മുടെ ഈ മുല്ലയുടെ അടിഭാഗത്ത് ചാലിൽ നിറയെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഒരു തിളക്കുകയെന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മുല്ല വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കട ഇണങ്ങിയിട്ട് നിറയെ കേടൊക്കെ വന്ന് അല്ലെങ്കിൽ പഴുത്ത് അത് മുഴുവൻ കേടായി, അതായത് മുല്ല നശിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതും ഒരു കാരണമാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെടീനെ വൃത്തിയാക്കണുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ വളരെയധികം സബ്സ്ക്രൈബ് കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിച്ച് നമുക്ക് സബ്സ്ക്രൈബ് കൂട്ടിത്തരാനായിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ. കുറേ വീഡിയോ ആയിട്ട് പിന്നെ വരാം. എല്ലാവർക്കും ബൈ.